ഉമ്മ, എന്റെ മുറിയിലാരാ കയറിയത്? ഇമാം, അന്റെ ഉപ്പ കൊടുത്തേച്ച ബുക്ക് എടുക്കാൻ. ഓൻ എന്തിനാ എന്റെ മുറി കയറിയത്? നിങ്ങൾ എന്തിനാ ഓൻ എന്റെ മുറിയിലേക്ക് കയറ്റി വിട്ടത്? അന്യ എന്റെ ഉപ്പാനെയും പഠിപ്പിച്ച ഉസ്താദിനെയാ ഈ ഓനെന്ന് വിളിക്കണത്. ഓൻ ആരാ? വലിയ ഇമാമാ? ഓന്റെ കാര്യം നോക്കിയാ പോരെ? എന്റെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഇവനിക്ക് നീ പുറത്തു കൊടുക്കണേ. ബാങ്ക് വിളിക്കണ ശബ്ദം കേട്ടൂടെ? അപ്പോഴാന്റെ പാട്ട്. ഈ പൊയ്ക്കോ അവിടുന്ന്. ഓനെ ഞാൻ വിടൂല. ഓനക്ക് ഞാനൊരു കോള് വെച്ചിട്ടുണ്ട്, ഈ നോക്കിയോ. ഈ ആരുടെ കാര്യം പറയണത്? ആ ഇമാമിന്റെ കാര്യം തന്നെ. എന്തുണ്ടായത്? ഓൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. പോസ്റ്ററൊക്കെ കീറിക്കളഞ്ഞു, കമ്പ്യൂട്ടറിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തു. സഫ്നയുടെ പടവും. അപ്പൊ എന്റെ കള്ളിയെല്ലാം വെളിച്ചതായല്ലേ? അയാളാ ബെർലിയുടെ സ്നേഹിതനാ, ഈ സൂക്ഷിച്ചോ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെട്ട അയാളുടെ മയ്യത്തായിരിക്കും. അസ്സലാമലൈക്കും. ആ, വലൈക്കും അസ്സലാം. ഖാദറിരിക്ക്. എന്താ വർത്താനം? കേസ് നമ്മൾ ജയിച്ച് ഓന്റെ കള്ളത്തിലെല്ലാം അങ്ങോട്ട് പുറത്തായി. വീടിന്റെ ആധാരം തിരിച്ചു തരാൻ ബ്ലേഡ് ബാബുവിനോട് കോടതി പറഞ്ഞു. നമ്മള് കുറേശ്ശായിട്ട് പൈസ അടച്ചാൽ മതി ഇന്ന്. എന്റെ പടച്ച തമ്പുരാനേ. ആ, അത് നന്നായി. പക്ഷേ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പം വല്ലാത്തൊരു നോട്ടാ. ഓൻ വല്ലതും വേണ്ടാത്തരം ചെയ്യുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഓൻ എന്ത് ചെയ്യാൻ? ഈ ധൈര്യമായിട്ടിരിക്കും. ആദ്യമായിട്ടാണ് ഞാനൊരു കേസ് തോക്കുന്നത്. എല്ലാത്തിനും കാരണമായി ഇമാമ. തൽക്കാലം പെട്രോൾ ബങ്കിന്റെ കാര്യം നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷെ ആ ഇമാമിനെ ഞാൻ വിടില്ല. കൊല്ലണം അപ്പ അന്നിയുടെ മോനെ. സൂര്യനും ചന്ദ്രനും താരകളും ഇഹമെല്ലാം തീർത്തവനല്ലാഹു. സ്നേഹത്തിൻ സാഗരമല്ലാഹു. നന്മതൻ നാഥനിതല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രതിഫല ദിനമതിനുടമയും നീ. ഇഹ പരലോകത്തിനധിപനും നീ. അടിമയമടിയനും വഴികാട്ടണം. ഇടനെഞ്ചിൻ പ്രാർത്ഥന കൈക്കൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. സഫ്ന, നീ എന്നോട് എന്താ മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ എന്തെങ്കിലും ഒന്ന് പറയേ സഫ്ന. പ്ലീസ് പ്ലീസ്, എന്റെ മുത്തല്ലേ, എന്റെ പൊന്നുംകട്ടയല്ലേ. അന്നത്തോടെ എന്റെ കളിയൊക്കെ തീരുന്ന ഞാൻ വിചാരിച്ചത്. ബാപ്പ കണ്ടിരുന്നെങ്കിൽ മയ്യത്ത് കബറടക്കം ഒപ്പം തീർന്നേനെ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പോരെ. ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. എന്താ സന്തോഷ കാര്യം? വന്നോ? നിങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുമായി നിങ്ങളുടെ ചില പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇന്നലെ മായയുടെ വീട്ടിൽ പോയില്ലേ? പ്രകാശിന്റെ വീട്ടിൽ ഇയാളെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പണം കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ പാട്ടിലാക്കുന്ന നിങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ടെന്ന് തന്നെ ഉദ്ദേശിച്ചത്.
പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തതാണോ നിങ്ങൾ വലിയ കുറ്റമായി കാണുന്നത്? എന്നാ നിങ്ങൾ ആരെങ്കിലും ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്ക്. അന്ന് ഞാൻ നിർത്തിയേക്കാം. അപ്പോ ഇയാൾക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ആടാ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഓരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് പോയത്? നിങ്ങളോട് എന്താ അവർ പറഞ്ഞിട്ട് പോയത്? ഓരെന്തോ ഒപ്പിക്കണുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കെ. നിങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എനിക്ക് ആരുടെയും സംരക്ഷണവും വേണ്ട. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഓടിക്കടാ. ഇബ്ലീസുകൾ. ശ്ശേ. ജസ്ന, അനക്ക് എന്ത് പറ്റി? വല്ലാത്ത തലവേദന. അനക്ക് വീട്ടിൽ പോണോ? ആ ഉം. വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്ത് പറ്റി ജസ്ന? ശരി, നീ കരയണ്ടാവാ. സ്നേഹം വല്ലാത്തൊരവസ്ഥ തന്നെ. ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് നെയ്തു കൂട്ടിയത്. ഇങ്ങനെ പകൽക്കനാവും കണ്ടിരുന്നോ? നീ ഇന്ന് ക്ലാസ്സിന് വരുന്നില്ലേ? എന്ത് ക്ലാസ്? ഞാൻ നമ്മളെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ത്? ഈ പുഴക്കടവത്ത് ഒരു കൊച്ചു കൂര, അവിടെ ഞാനും നീയും ഈ കാറ്റും പ്രകൃതിയും നമ്മുടെ കുട്ടികളും. ആദ്യം ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. എന്റെ ബാപ്പാന്റെ കാര്യം അറിയാലോ. ഞാനിത് എത്രയാ പഠിക്കുക? രാത്രി മുഴുവൻ ഇരുന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കില്ലേ? നോക്കട്ടെ. ക്ലാസ്സിലായാലും വീട്ടിലായാലും എനിക്ക് എപ്പോഴും ഒരു വിഷയം മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഗൾഫിലും പോണ്ട. നീ എന്നും എൻ്റെ അരികത്തുണ്ടാവണം. അന്നെ എനിക്ക് എന്നും ഇങ്ങനെ കാണണം. അന്നെ കണ്ട് കണ്ട് അങ്ങനെ അങ്ങോട്ട് മരിക്കണം. അങ്ങനെയൊന്നും പറയല്ലേ.